സ്റ്റാർട്ട്. ക്യാമറ റോളിംഗ്. ആക്ഷൻ. നമസ്കാരം, ഞാൻ മലയാളം നോവലിസ്റ്റ് NP അംബുജാക്ഷൻ. അറിയാം. ചിറകൊടിഞ്ഞ അവളല്ലേ? തന്റെ ചിറക് ഇതുവരെ ഒടിഞ്ഞില്ലടോ. അയ്യോ, ഞാനിപ്പോ വന്നിരിക്കുന്നത് നല്ല അസല് തിരക്കഥയായിട്ടാ. മറ്റേ തയ്യൽക്കാരന്റെയും സുമതിയുടെയും ആണെങ്കിൽ പറയണ്ട കേട്ടോ. അയ്യോ അല്ല സാറേ, പിന്നെ ഇത് നമ്മുടെ നാടിന്റെ ഗന്ധമുള്ളതാ. നമ്മുടെ കേരളത്തിന്റെ, നമ്മുടെ മലയാളത്തിന്റെ. കേരളമാണെന്റെ നാട്, കേരദ്രുമങ്ങൾ തന്നാട്. കേരളമാണെന്റെ നാട്, കേരദ്രുമങ്ങൾ തന്നാട്. കായലും കുന്നും പുഴകളും ഒന്നിച്ചു ചാരുത ചാർത്തുന്ന നാട്. കായലും കുന്നും പുഴകളും ഒന്നിച്ച് ചാരുത ചാർത്തുന്ന നാട്. കൊന്നകൾ പൂക്കുന്ന നാട്, പൂവിളി കേൾക്കുന്ന നാട്. കൊന്നകൾ പൂക്കുന്ന നാട്, പൂവിളി കേൾക്കുന്ന നാട്. അംബുജാക്ഷ, നിർത്ത്. ഇനി അടുത്ത സീൻ വരട്ടെ. സാറേ, നമ്മുടെ ഈ കഥയില് നല്ല നല്ല സന്ദേശങ്ങളൊക്കെ ഉണ്ട്. ദാ ഇതുപോലെ. പ്രിയമുള്ളവരെ, 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകരിച്ചു. ഐക്യ കേരള സ്മരണ നിലനിർത്തുന്ന ആ ദിനം പിന്നീട് അങ്ങോട്ട് കേരളപ്പിറവി ദിനമായി നമ്മൾ ആഘോഷിച്ചു തുടങ്ങി. ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൻ്റെ 64ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ മഹാമാരിയിൽ നിന്നും കരകയറാൻ ജഗദീശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ശ്രേഷ്ഠ ഭാഷയായ മലയാള ഭാഷ നമ്മുടെ നാവിൽ നിന്നും മാഞ്ഞു പോകാതിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൃശ്ശൂർ കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ അക്ഷരം സാഹിത്യ സർഗവേദിയുടെ കേരളപ്പിറവി മലയാള ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഒപ്പം തന്നെ ഏവർക്കും ഹൃദയം നിറഞ്ഞ കേരളപ്പിറവി ദിനാശംസകൾ. നന്ദി. സാറേ, ഇവിടെ നമ്മുടെ ടൈറ്റിൽ വരും. സാറേ, നമുക്കിവിടെ ഒരു ഹെലിക്യാം തന്നെ പിടിക്കാല്ലേ? അത് ഞാൻ തീരുമാനിച്ചോളാം. താൻ അടുത്ത സീൻ ഉണ്ടെങ്കിൽ പറയും. ഇനി പറയാൻ പോവല്ല സാറേ, നമ്മൾ കാണാൻ പോവാ. കണ്ണിറയെ ആടിയും പാടിയും നൊമ്പരപ്പെടുത്തിയും നമ്മുടെ മലയാള നാടിനെ, മലയാളത്തിന്റെ സ്വന്തക്കാരെ. ശ്യാമസുന്ദര കേരകിടാര ഭൂമി, ജനജീവിത ഫലധാന്യ സമ്പന്ന ഭൂമി.
അതിൻ്റെ പിറന്നാൾ ആഘോഷമാണ്. 1956 സംസാരിക്കുന്ന ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളെ സംസ്ഥാനങ്ങളാക്കി തിരിച്ചപ്പോൾ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ പ്രദേശങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേരളം എന്ന ഭൂപ്രദേശം നമുക്ക് ലഭിച്ചു. നാം സംസാരിക്കുന്ന ഭാഷ മലയാളം ശ്രേഷ്ഠ ഭാഷയായി അംഗീകരിച്ചു. ഇന്ന് ലോകത്തിലെ വിവിധ ഭാഷകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഭാഷകളിൽ ഒന്നാണ് മലയാളം. നാം ജനിച്ച നാടിനെ കുറിച്ച് തീർച്ചയായും നാം അഭിമാനം കൊള്ളണം. മലകളും കുന്നുകളും കാടുകളും കായലുകളും വയലുകളും എല്ലാം നിറഞ്ഞ മനോഹരമായ ഒരു പ്രദേശമാണ് കേരളം. പലപ്പോഴും നാം നമ്മുടെ ജനിച്ച നാടിന്റെ കേരളത്തിന്റെ ഭംഗി ആസ്വദിക്കാനോ അത് മനസ്സിലാക്കാനോ ശ്രമിക്കാറില്ല എന്നതാണ് വാസ്തവം. പലപ്പോഴും നാം ടൂറുകളായും എക്സ്കർഷനുകളായും മറ്റ് സംസ്ഥാനങ്ങളും മറ്റ് രാജ്യങ്ങളിലേക്കും ഒക്കെ പോകുമ്പോൾ നാം നമ്മുടെ നാടിന്റെ ജനിച്ചു വീണ നാടിന്റെ ഭംഗി അറിയാതെ പോകുന്നു. സോ കേരളം അത്രയും മനോഹരമായ ഒരു സംസ്ഥാനമാണ്. കാലാവസ്ഥ ഏറ്റവും നല്ല കാലാവസ്ഥയുള്ള ഒരു സംസ്ഥാനമാണ്. നമുക്ക് കൃത്യമായി എന്ന് മഴ പെയ്യും, എന്ന് മഞ്ഞുണ്ടാകും, എന്ന് കാറ്റ് വീശും എന്നൊക്കെ കൃത്യമായി പ്രവചിക്കാൻ സാധിക്കുമായിരുന്ന ഒരു പ്രദേശമാണ് കേരളത്തിന്റെ. പക്ഷെ നിർഭാഗ്യവശാൽ ഈ ഇടയായി സമീപകാലത്തായി പ്രകൃതിയിലേക്കുള്ള നമ്മുടെ കടന്നുകയറ്റം മൂലവും ഓസോൺ പാളികളിലുണ്ടായ വിള്ളലുകൾ മൂലമൊക്കെ മഴ പെയ്ത്തിന് ഒരു പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയായി, വെയിലിന്റെ കാഠിന്യം കൂടി, ചൂട് കൂടി, സൂര്യാഘാതം ഏൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി. അതൊക്കെ തന്നെ നമ്മുടെ കുറുമ്പാണ്, അഥവാ നാം പ്രകൃതിയെ സംരക്ഷിക്കാത്തതിന്റെ കുഴപ്പമാണ്. കേരളത്തിലെ വലിയ മഹാരഥന്മാർ, സാംസ്കാരിക നായകന്മാർ, അതുപോലെ തന്നെ വിപ്ലവ നായകന്മാർ, നവോത്ഥാന നായകന്മാർ ഒക്കെ രൂപം കൊണ്ട സംസ്ഥാനമാണ് കേരളം. ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞന്മാരും സയന്റിസ്റ്റുകളെല്ലാം തന്നെ മലയാളികളാണ് എന്നുള്ളത് നമുക്ക് അഭിമാനത്തോടു കൂടി തന്നെ ഓർക്കാം. ഈ കേരള പിറവി ദിനത്തിൽ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭക്തകവി തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ഓർമ്മകൾക്ക് മുന്നിൽ കോടി പ്രണാമം. പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു. പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു. കോതമ്പു കതിരിൻ്റെ നിറമാണ് പേടിച്ച പേടമാൻ മിഴിയാണ്. കയ്യിൽ വളയില്ല, കാലിൽ കൊലുസില്ല, മേലലങ്കാരമൊന്നുമില്ല. ഏറുന്ന യൗവനം മാടി മറയ്ക്കുവാൻ കീറിത്തുടങ്ങിയ ചേലയാണ്. ഗൗരിയോ ലക്ഷ്മിയോ സീതയോ രാധയോ പേരെന്തു തന്നെ വിളിച്ചാലും നീന്നും നീയാണ്. കോതമ്പൂ പാടത്ത് നീർ പെയ്തു പോകും മുകിലാണ്. കത്തും വരളി പോൽ ചുട്ടു പഴുത്തോര കുഗ്രാമഭൂവിൻ കുളിരാണ്. ആരെയോ പ്രാഗി മടയ്ക്കുമോരമ്മയ്ക്ക് കൂരയിൽ നീയൊരു കൂട്ടാണ്. ആരാന്റെ കല്ലിന്മേൽ രാഗി അഴിയുന്നു രച്ചൻ്റെ ആശതൻ കൂടാണ്. താഴെയുള്ളിത്തിരി പോന്ന
പാട്ടാണ്. പേരറിയാത്തൊരു പെൺകിടാവേ എനിക്കേറെ പരിചയം നിന്നെ, എനിക്കേറെ പരിചയം നിന്നെ, എനിക്കേറെ പരിചയം നിന്നെ. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണയുക്തമായ നോവലെന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ദുലേഖയുടെ സൃഷ്ടാവായ ഒയ്യാരത്ത് ചന്തുമേനൻ എന്ന ഒ ചന്തുമേനൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ കോടി പ്രണാമം. സഖ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. സഖ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. ഇളകിയാടുന്ന ഹരിതമേഖലയിൽ അലയിടുന്ന കളനിസ്വനം. ഓ നിസ്വനം, കളനിസ്വനം. സഖ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. ഹരിതഭംഗികളിയാടിടുന്ന വയലേലകൾക്കു നീർക്കുടവുമായി. ഹരിതഭംഗികളിയാടിടുന്ന വയലേലകൾക്കു നീർക്കുടവുമായി. നാട്ടിലാകെ നടമാടിടുന്നിതാ പാട്ടുകാരികൾ ചോലകൾ. ഓ ശ്യാമകേര കേദാരമേ, ശ്യാമകേര കേദാരമേ, ശാന്തി നിലയമായി വെൽകതി, ശാന്തി നിലയമായി വെൽകതി, ശാന്തി നിലയമായി വെൽകതി, ശാന്തി നിലയമായി വെൽകതി. സഖ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. ഇളകിയാടുന്ന ഹരിതമേഖലയിൽ അലയിടുന്ന കളനിസ്വനം. ഓ നിസ്വനം, കളനിസ്വനം. സഖ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. സഖ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. ഭാഷയുടെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടതാണ് കേരളമെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളത്തിന് അതിൻ്റേതായ ആചാരമര്യാദകളുണ്ട്, വേഷവിധാനങ്ങളുണ്ട്, ഭക്ഷണശീലങ്ങളുണ്ട്. ഇതിനെല്ലാം ഉപരിയായിട്ട് ശ്രേഷ്ഠ കൃതികളെ കൊണ്ട് സമ്പുഷ്ടമാണ് കേരളം, കേരളത്തിലെ സാഹിത്യം. കേരളത്തിൻ്റെ കേരളപ്പിറവിയെക്കുറിച്ചിട്ട് അനേകം കവിതകൾ ഉണ്ട്. ചങ്ങമ്പുഴയുടെ വളരെ മനോഹരമായ ഒരു കവിത നമുക്ക് പരിചയപ്പെടാം. മലയാള നാടേ നിന്മാറിലോരോ മലർമാല ചാർത്തുന്നു മഞ്ചിമകൾ. വിജയിക്കൂ ഞങ്ങൾ പിറന്ന നാടേ, വിമലശ്രീ നിത്യം പുലർന്ന വീടേ. കരൾ കക്കും നിൻ കളിത്തോപ്പിലെത്ര കവികോകിലങ്ങൾ പറന്നു പാടി. അവിരളോന്മാദം തരുന്നു ഞങ്ങൾ
അവർ പെയ്ത കാകളിത്തേന്മഴകൾ പരശതം വർഷങ്ങൾക്കപ്പുറത്താ പരിചേലും തുഞ്ചൻ പറമ്പിലെങ്ങോ ഒരു തൈമരത്തിൻ തളിർത്ത കൊമ്പത്തൊരു പച്ച തത്തമ്മ കൂടുകൂട്ടി അഖില വേദാന്ത പുരാണ തത്വം അവളാർത്തമോദമെടുത്തു പാടി. അഴകുറ്റ ഗാനമേ നിന്റെ മുൻപിൽ തൊഴുകൈപ്പുമുട്ടുമായി നിൽപ്പു ഞങ്ങൾ. ഫലിതത്തിൻ തൈലം പകർന്നു കുഞ്ചൻ നിലവിളക്കുന്നു കൊളുത്തിവച്ചു. അതിനുള്ളിലായിരം പൊൻതിരികൾ അറിവിൻ വെളിച്ചം ചൊരിഞ്ഞെരിഞ്ഞു. മണിമുകിൽ വർണ്ണനെ വാഴ്ത്തി വാഴ്ത്തി മതിമാൻ ചെറുശേരി പാട്ടുപാടി. അഭിനവം ആശാന്റെ തത്വചിന്ത മധുരമാം പാവന പ്രേമഗാനം മറവിക്കും മായ്ക്കുവാനായിടാതെ മഹിതാപവീശി പരിലസിപ്പൂ. മധുരമായി വള്ളത്തോൾ ഞങ്ങൾ കേൾക്കാൻ മണിവീണ മന്ദമെടുത്തു മീട്ടി. വിജയശ്രീലാളിതനായൊരുള്ളൂർ വിപുല പാണ്ഡിത്യം തുറന്നു കാട്ടി. പ്രണയിപ്പു ഹാ ഞങ്ങൾ ഭക്തിപൂർവം പ്രതിഭാപ്രഭാവമേ നിന്റെ മുൻപിൽ. നിങ്ങൾ കേട്ടല്ലോ ചങ്ങമ്പുഴയുടെ കേരള പിറവിയെക്കുറിച്ചും കേരളത്തിൻ്റെ സാഹിത്യ സംസ്കാരത്തെക്കുറിച്ചും സാഹിത്യ സമ്പത്തിനെക്കുറിച്ചുള്ളതായ കവിത. അതിൽ പുരാതന കവിത്രയങ്ങളായ എഴുത്തച്ഛൻ, ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ എന്നിവരും ആധുനിക കവിത്രയങ്ങളായ ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ എന്നീ കവികളുടെ സാഹിത്യ സൃഷ്ടികൾ കൊണ്ട് മലയാള സാഹിത്യത്തെ സമ്പുഷ്ടമാക്കിയത് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു. മലയാള സാഹിത്യത്തെ, മലയാള ഭാഷയെ പെറ്റമ്മയെപ്പോലെ സ്നേഹിക്കുന്ന നമുക്കും വായിച്ചും എഴുതിയും പഠിച്ചും പഠിപ്പിച്ചും മലയാള ഭാഷയെ മികവുറ്റതാക്കാം, ഒന്നാന്തരമാക്കാം. മുത്താളം മുടിതാളം കളിയാടും നാടേ നിൻ തുഞ്ചത്ത്. മുത്തോളം മുകിലോളം മലയാളം പാടും നിൻ തീരത്ത്. പൂപ്പൊലിപ്പാട്ടീണം മൈലാഞ്ചി പാട്ടിനഴകൊടു കൂട്ടുകൂടും നേരം നല്ലോണം നമ്മൾ കോണം. തുടിതാളം മഴയുടെ മേളം നീണ്ടു നിൽക്കും നരവനതാളം പരിചകളുടെ നീരൊളി മേളം നെഞ്ചിനു താളം നിലവിനു മേളം ആധുനിക മലയാള കവിത്രയത്തിൽ കാവ്യശൈലിയിലെ ശബ്ദഭംഗി കൊണ്ടും സർഗാത്മക കൊണ്ടും അനുഗ്രഹീതനായ മഹാകവി വള്ളത്തോൾ നാരായണ മേനോന് പ്രണാമം. ആധുനിക കവിത്രയത്തിൽ മലയാള കവിതയുടെ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച സാമൂഹിക പ്രതിബദ്ധതയുള്ള ആശയഗംഭീരൻ കുമാരനാശാന് എൻ്റെ പ്രണാമം അർപ്പിക്കുന്നു. കവി എന്നതിനു പുറമെ സാഹിത്യ ചരിത്രകാരൻ, ഭാഷാ ഗവേഷകൻ, ഉദ്യോഗസ്ഥൻ എന്നീ നിലകളിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന മലയാളത്തിൻ്റെ മഹാകവി ഉള്ളൂറിന് എൻ്റെ പ്രണാമം.
കേരള നാടേ പുകൾ പെറ്റ നാടേ മലനാടേ പരശുരാമ പരശുവേന പിറന്ന നാടേ മലനാടേ മഹാനുഭാവത്തിൻ ജന്മയെ തീർന്നല്ലോ നീ കേരളാംബേ കേരളാംബേ മഹാനുഭാവത്തിൻ ജനനിയെ തീർന്നല്ലോ നീ കേരളാംബേ കേരളാംബേ മലനാടേ മാമലനാടേ മലയാള നാടേ മലനാടേ മാമലനാടേ മലയാള നാടേ കണ്ണോട് തരീടും മണ്ണു തിരുമണമോ പെണ്ണിനു കളമാറ്റും കളമൊഴിയാ ഞാറ്റോല പച്ചവള പൊന്നു തെളിക്കൊലുസ് പെണ്ണിവൾ കളമാറ്റും കളമൊഴിയാ കുറ്റികൾ പകനീളിൽ കീന കാണും മുറ്റിടും അനുരാഗ കരൾ പോലെ മണ്ണിനും ഇവൾ പോലെ മനം തുടിക്കും പാടാം കുട്ടനടിനീണം. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ മലയാള സാഹിത്യകാരൻ, കവിയും ഉപന്യാസകാരനും അധ്യാപകനുമായിരുന്ന ജി ശങ്കരക്കുറുപ്പിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ കോടി പ്രണാമം. പി എന്നും മഹാകവി എന്നും അറിയപ്പെടുന്ന പി കുഞ്ഞിരാമൻ നായർ കവിതയിൽ ആദ്യത്തെ സാഹിത്യ അക്കാദമി ജേതാവ് കൂടിയായ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു കോടി പ്രണാമം. സാറേ, ഞങ്ങൾ എഴുത്തുകാർക്ക് ഭാരതപ്പുഴ, കലാമണ്ഡലം ഇതൊന്നും ഇല്ലാതെ ചിന്തിക്കാനേ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ക്യാമറ ഇനി അങ്ങോട്ട് തിരിച്ചാലോ? മറ്റ് രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ ഭാരതത്തെ എപ്പോഴും വ്യത്യസ്തമാക്കുന്ന ഒന്നാണ് നാനാവിധ സംസ്കാരങ്ങളുടെ സംയോജനം. നാനത്വത്തിൽ ഏകത്വം എന്ന ഇന്ത്യയുടെ അടിസ്ഥാന ആശയം ഈ സംസ്കാരങ്ങളെയെല്ലാം ഊട്ടിയുറപ്പിക്കുന്നു. സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യ 565 നാട്ടുരാജ്യങ്ങളായി ചിന്നിച്ചിതറിയ ചില്ല് കഷ്ണങ്ങൾ പോലെയായിരുന്നു കിടന്നിരുന്നത്. ഇതിനെയെല്ലാം യോജിപ്പിച്ച് ഇന്ത്യ എന്ന ഒറ്റ വികാരത്തിന് കീഴിൽ കൊണ്ടുവരിക എന്നത് ശ്രമകരമായിരുന്നു. എന്നാൽ സർദാർ വല്ലഭായ് പട്ടേലിന്റെയും VP മേനോന്റെയും നേതൃത്വത്തിലുള്ള ഒരു സംഘം ആളുകളുടെ അഹോരാത്ര പ്രവർത്തനങ്ങൾ മൂലം അത് സാധിച്ചു. തിരുവിതാംകൂർ രാജ്യവും കൊച്ചി രാജ്യവും ചേർത്ത് 1949 നിലവിൽ വന്ന തിരുക്കൊച്ചി സംസ്ഥാനം ഈ കാലഘട്ടത്തിന്റെ സന്തതിയാണ്. പക്ഷേ അതിലും നിരവധി പോരായ്മകൾ ഉണ്ടായിരുന്നു. കാരണം അന്ന് നടന്നത് വെറും രാഷ്ട്രീയമായ ഒരു പുനഃസംഘടനയായിരുന്നു. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനം വേണമെന്ന ആവശ്യം അന്നു മുതൽ ഉയർന്നു വന്നിരുന്നു. പോറ്റി ശ്രീ രാമാലുവിന്റെ രക്തസാക്ഷിത്വവും ആന്ധ്രാപ്രദേശിന്റെ രൂപീകരണവും ഇതിനു തുടക്കം കുറിക്കുന്നതായിരുന്നു. ഇതിനുവേണ്ടി ഫസൽ അലി കമ്മീഷൻ നിലവിൽ വരികയും 1956 നവംബർ 1 കേരളം അടക്കം 14 സംസ്ഥാനങ്ങൾ നിലവിൽ വരികയും ചെയ്തു. അന്നു മുതൽ ഇന്നുവരെ നമ്മൾ 1956 നവംബർ 1 കേരളത്തിന്റെ പിറന്നാളായി ആചരിക്കുന്നു. തിരുക്കൊച്ചിയുടെയും മലബാറിന്റെയും സംയോജനമാണ് നമ്മുടെ ഇന്നത്തെ കേരളം. ഇന്ന് കേരളം 64ാം പിറന്നാൾ ആഘോഷിക്കുകയാണ്. അന്നു മുതൽ ഇന്നുവരെ കേരളത്തിന് നിരവധി അംഗീകാരങ്ങൾ ലഭിക്കുകയും നിരവധി പ്രതിസന്ധികൾ നേരിടേണ്ടി വരികയും ചെയ്തു. വിമോചന കാലത്തെ രാഷ്ട്രീയ പ്രതിസന്ധി മുതൽ 2 മഹാപ്രളയവും നിപ്പയും തുടങ്ങി ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കോവിഡ് വ്യാപന സംസ്ഥാനങ്ങളിൽ ഒന്നായി കേരളം തുടരുന്നു. എങ്കിലും സാക്ഷരത, ആയുർദൈർഘ്യം, ആരോഗ്യം, ജീവിത നിലവാരം തുടങ്ങിയ വികസന സൂചികകളിൽ കേരളം ഇന്ത്യയിൽ തന്നെ ഒന്നാമതാണ്. കൊറോണയുടെ അതിഭയാനകമായ പകർച്ചയ്ക്കെതിരെ ചെറിയ രീതിയിലെങ്കിലും പൊരുതി നിൽക്കാൻ കഴിഞ്ഞത് കേരളത്തിന്റെ സുശക്തമായ ആരോഗ്യരംഗത്തിന്റെ പ്രത്യേകത കൊണ്ടാണ്. കേരളം വിദേശികൾക്കിടയിൽ അറിയപ്പെടുന്നത് ഗോഡ്സ് ഓൺ കൺട്രി എന്ന ലേബലിലാണ്. വൈവിധ്യമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും കലാ സാംസ്കാരിക രംഗവുമാണ് വിദേശികളെ കേരളത്തിലേക്ക് ആലിംഗനം ചെയ്യുന്നത്. കേരളത്തിലെ കലകൾ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന കേരളത്തിന്റെ തനത് ദൃശ്യകലാരൂപമാണ് കഥകളി. കഥകളിയുടെയും കേരളത്തിന്റെയും കലാ സാംസ്കാരിക വികസനത്തിലും എന്റെ നാട് ഒരു ചരിത്ര സാക്ഷിയായി നിന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. 1927 ആധുനിക കവിത്രയങ്ങളിൽ ഒരാളായ വെള്ളത്തോൾ നാരായണ മേനോനും മണ്ണംകുളം മുകുന്ദരാജയും ചേർന്ന് ഒരു സൊസൈറ്റിയുടെ രൂപത്തിൽ സ്ഥാപിച്ച കേരള കലാമണ്ഡലമാണ് പിന്നീട് കഥകളിയുടെയും കേരളത്തിന്റെയും മറ്റു കലാരൂപങ്ങളുടെയും വളർച്ചയ്ക്കും അവയുടെ നിലനിൽപ്പിനും അതിമഹത്തായ
കൽപ്പിത സർവകലാശാല ആയി മാറിയത്. സ്വന്തം നാടിനെയോർത്ത് അഭിമാനിക്കാൻ എല്ലാവർക്കും പല കാരണങ്ങളുണ്ടാവും. പക്ഷേ എൻ്റെ നാടിനെ കുറിച്ച് എനിക്കുള്ള അഭിമാനം കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും അഭിമാനം എന്നതാണ് സന്തോഷം. മഹാകവി വെള്ളത്തോൾ നാരായണ മേനോന്റെ ജനന സ്ഥലവും അദ്ദേഹം സ്ഥാപിച്ച കേരളത്തിലെ കലാവിപ്ലവത്തിന് തുടക്കം കുറിച്ച കേരള കലാമണ്ഡലവും എൻ്റെ നാടായ ചെറുതുരുത്തിയിലാണ്. അതിമഹത്തായ ചരിത്രമാണ് തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തി എന്ന ഗ്രാമത്തിൽ നീളാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കലാമണ്ഡലത്തിനുള്ളത്. 1927 സ്ഥാപിക്കപ്പെട്ടു. 1930 പ്രവർത്തനം ആരംഭിച്ച കലാമണ്ഡലം മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പ്രാചീന ഭാരതത്തിൽ നിലവിലുണ്ടായിരുന്ന ഗുരുകുല സമ്പ്രദായത്തിൽ ഊന്നിയാണ് വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്നത്. കഥകളിക്ക് പുറമെ മോഹിനിയാട്ടം, കൂടിയാട്ടം, തുള്ളൽ, പഞ്ചവാദ്യം, ഭരതനാട്യം തുടങ്ങിയ കലകളും കലാമണ്ഡലത്തിൽ പരിശീലിപ്പിക്കുന്നുണ്ട്. കലകളെ പരമ്പരാഗതമായ രീതിയിൽ വളർത്തുക എന്നതാണ് കലാമണ്ഡലത്തിന്റെ അടിസ്ഥാന ആശയം. സ്വദേശികളും വിദേശികളും അടക്കം ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അഭ്യാസവും ഗവേഷണവും ഇവിടെ താമസിച്ചു നടത്തിപ്പോരുന്നു. കലാമണ്ഡലത്തിലെ ഏറ്റവും വൈവിധ്യമാർന്ന നിർമ്മിതിയാണ് നാട്യശാസ്ത്ര വിധിപ്രകാരം നിർമ്മിച്ച കൂത്തമ്പലം. പുതിയ കലാമണ്ഡലത്തിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. പഴയ കലാമണ്ഡലം PG ക്യാമ്പസായി ഇപ്പോഴും നിലകൊള്ളുന്നു. ചെറുതുരുത്തിയിലെ വെള്ളത്തോൾ ഭവനം മ്യൂസിയവും ഒരു മഹത്തായ വ്യക്തിയുടെ ചരിത്രത്തിന്റെ സ്മൃതി അവശേഷിപ്പുകളാണ്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമുക്കൊക്കെ സ്വന്തം നാടിനെ കുറിച്ച് അഭിമാനിക്കാൻ നിരവധി കാരണങ്ങൾ ഉണ്ടായിരിക്കും. കലാമണ്ഡലം എനിക്ക് അതിൽ ഒന്നു മാത്രമാണ്. ചെറുതുരുത്തിയെ ആലിംഗനം ചെയ്തു നിർത്തിയിരിക്കുന്ന നീളാനദിയെ കുറിച്ച് ചിന്തിക്കാത്ത ഒരു ദിനവും ഒരു ചെറുതുരുത്തിക്കാരനും ഉണ്ടാവില്ല. കാരണം ഭാരതപ്പുഴ ചെറുതുരുത്തിയുടെ ആത്മാവാണ്. നിരവധി ചരിത്ര മുഹൂർത്തങ്ങളുടെ വേദിയും ഇതിഹാസങ്ങളുടെ ചിന്തയ്ക്ക് ആഴമേകിയതുമാണ് 209 കിലോമീറ്റർ നീളമുള്ള ഈ മഹാനദി. മാമാങ്ക പോരുകൾക്ക് സാക്ഷിയായ കഥ മുതൽ സാധാരണ മനുഷ്യരുടെ സന്തോഷത്തിന്റെയും സങ്കടത്തിന്റെയും കഥ വരെ ഉണ്ടാവും നിളക്കി പറയാൻ. തുഞ്ചത്ത് എഴുത്തച്ഛനും കുഞ്ചൻ നമ്പ്യാറും മുതൽ MTയുടെയും P കുഞ്ഞിരാമൻ നായരുടെയും ഇടശ്ശേരിയുടെയും VKNന്റെയും M ഗോവിന്ദൻ തുടങ്ങിയ ആധുനിക ഇതിഹാസങ്ങളുടെ സൃഷ്ടികൾ പലതും പിറവി കൊണ്ടത് നിലയുടെ തീരങ്ങളിലാണ്. ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഐവർ മഠം ഹിന്ദുക്കളുടെ വിശുദ്ധമായ ഒരു ശ്മശാനമാണ്. അവിടെ ദഹിപ്പിച്ചാൽ മോക്ഷം കിട്ടും എന്നാണ് വിശ്വാസം. ചെറുതുരുത്തിയിലെ നീളാനദിക്ക് കുറുകെ തകർന്നു കിടക്കുന്ന കൊച്ചിൻ പാലത്തിന് ഒരു കാലഘട്ടത്തെ ബന്ധിപ്പിച്ച കഥ പറയാനുണ്ടാവും. ആദ്യകാലത്ത് മലബാർ കൊച്ചി രാജ്യങ്ങളെ ബന്ധിപ്പിച്ചിരുന്ന പാലമായിരുന്നു കൊച്ചിൻ പാലം. മലബാറിൽ നിന്നും കൊച്ചിയിലേക്ക് ഉള്ള ചരക്ക് ഗതാഗതം സുഗമമാക്കാൻ വേണ്ടി 1900 കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് സർക്കാരാണ് ഈ പാലം പണി കഴിപ്പിച്ചത്. ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഈ പാലം 2011 തകർന്നു വീഴുകയായിരുന്നു. ഒരു കാലത്ത് രണ്ട് രാജ്യങ്ങളുടെ സൗഹൃദം ഊട്ടിയുറപ്പിച്ച കൊച്ചിൻ പാലം ഇന്ന് നിളയുടെ അടിത്തട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. മാതൃത്വത്തിൻ്റെ കവിയത്രി എന്നറിയപ്പെടുന്ന തൃശ്ശൂർ ജില്ലയിലെ നാലപ്പാട്ട് തറവാട്ടിൽ ജനിച്ച നാലപ്പാട്ട് ബാലാമണിയമ്മ. ആ ഓർമ്മകൾക്ക് മുന്നിൽ കോടി പ്രണാമം. ഉറൂബ് എന്ന തൂലികനാമത്തിൽ അറിയപ്പെടുന്ന PC കുട്ടികൃഷ്ണൻ. നോവൽ ശാഖയിൽ ആദ്യ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ സാഹിത്യകാരൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ കോടി പ്രണാമം. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം. മഴവില്ല പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം. മഴവില്ല പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. കൃഷ്ണ തുളസി കതിർത്തുമ്പു മോഹിക്കും നിന്റെ ഈ വാർമുടി ചുരുളിലെത്താൻ. പൂജയ്ക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിന്നരികിലെത്താൻ. മണമില്ല മധുവില്ല പൂജയ്ക്കെടുക്കില്ല താനേ
വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ. വിടരും മുൻപേ പൊഴിയുന്ന ഇതളുള്ള പൂജയ്ക്കിടുക്കാത്ത കാട്ടുപൂവാണു ഞാൻ. ഇഷ്ടമാണെന്നൊന്നു ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിൻ മുൻപിലെത്തിടുമ്പോൾ നിന്റെ കൊലുസിൻ്റെ നാദങ്ങളിൽ ഞാൻ താനേ മറന്നൊന്നു നിന്നിടുന്നു. ഒന്നും പറയാതെ അറിയാതെ പോയിടുന്നു. ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വ്യർത്ഥമായി പോകുമിൻ ജീവിതം. ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വ്യർത്ഥമായി പോകുമിൻ ജീവിതം. നിന്റെ ഈ പുഞ്ചിരി മാത്രം മതി എനിക്കിനിയുള്ള കാലം കാത്തിരിക്കാൻ. നിന്റെ ഈ പുഞ്ചിരി മാത്രം മതി എനിക്കിനിയുള്ള കാലം കാത്തിരിക്കാൻ. ഇനിയുള്ള കാലം കാത്തിരിക്കാൻ. ഇനിയുള്ള കാലം കാത്തിരിക്കാൻ. കേരള ഇബ്സൻ എന്ന് പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്ന സാഹിത്യ പണ്ഡിതൻ, ഗവേഷകൻ, അധ്യാപകൻ, നാടകകൃത്ത് എൻ കൃഷ്ണപിള്ള. ആ ഓർമ്മകൾക്ക് മുന്നിൽ കോടി പ്രണാമം. മലയാള സാഹിത്യത്തിലെ ആധുനികതയ്ക്ക് അടിത്തറ പാകിയ എഴുത്തുകാരൻ, ഖസാക്കിന്റെ ഇതിഹാസം രചിച്ച ഗ്രന്ഥകാരൻ OV വിജയൻ. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ കോടി പ്രണാമം. മാധവിക്കുട്ടി എന്ന തൂലികാനാമത്തിൽ മലയാളത്തിലും കമലദാസ് എന്ന തൂലികാനാമത്തിൽ ഇംഗ്ലീഷിലും സാഹിത്യ സൃഷ്ടികൾ നടത്തിയ പ്രിയപ്പെട്ട ആമി കമല സുരയ്യ. ആ ഓർമ്മകൾക്ക് മുൻപിൽ കോടി പ്രണാമം. അംബുജാഷ, ഇനി വരണ സീനിന്റെ ലൊക്കേഷൻ നമുക്ക് തൃശ്ശൂരാക്കാം. ഈ തൃശ്ശൂര് മലയാള സിനിമയുടെ ഭാഗ്യ ലൊക്കേഷനാന്ന് പറയണേ. അത് പിന്നെ അങ്ങനെ തന്നെ അല്ലേ സാറേ? ശ്യാമസുന്ദര കേദാര ഭൂമി ജനജീവിത ഫലധാന്യ സമ്പന്ന ഭൂമി. ഇത് ശ്യാമസുന്ദര കേദാര ഭൂമി. മാനവർക്കു സമത നൽകിയ മാവേലി തൻ ഭൂമി. മധുരമഹിത ലളിത കലകൾ വിരിയും മലർവാടി. താര
ഗുരുവേ പ്രണാമം, ഗുരുവരനേ പ്രണാമം, ഗുരുനാഥനേ പ്രണാമം, ഗുരുപാദമേ പ്രണാമം പ്രണാമം. പൂവാണ് പൂവിതളാണ് പൂവിതൾ തുമ്പിലെ പുലരുളി, മഞ്ഞാണ് മഴയാണ് മാരിവിൽ ചന്തമാണി ചിരി, ഇടനാഴിയിൽ ഒരു നിലവിളക്കിന്തിരി തെളിയിച്ചതാരം ഓർത്തുപോകുന്നു ഞാൻ. ഗുരുവേ പ്രണാമം, ഗുരുവരനേ പ്രണാമം, ഗുരുനാഥനേ പ്രണാമം, ഗുരുപാദമേ ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ, ഉദിക്കയാണെന്നാത്മാവിലൊരായിരം സൗരമണ്ഡലം. ഒരു ചെറുപുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ, ഹൃദയത്തിലുലാവുന്നു നിത്യനിർമ്മല പൗർണമി. അറിഞ്ഞില്ലിത്ര നാളും ഞാനീ ദിവ്യപുളകോത്മകം, ആ മഹാനഷ്ടമോർത്തു കുലഞ്ഞിക്കരയുന്നു ഞാൻ. തിരിഞ്ഞു നോക്കിപ്പോന്നു ചവിട്ടിപ്പോന്ന ഭൂമിയെ എനിക്കുമുണ്ടായിരുന്നു സുഖം മുറ്റിയ നാളുകൾ. അമ്മതൻ മനോദാര വാത്സല്യ ശ്രുതിതന്മത ഇന്നുണ്ടൻ പുകയിലും കറക്കേറിയ ചുണ്ടിലും കൂട്ടുകോടിക്കാടു കാട്ടാൻ തുള്ളിച്ചാടുന്ന കുട്ടികൾ, അവരെ കിട്ടിയാൽ പിന്നെ ഞാനെല്ലാവരും ഓർമ്മിയും. ഒളിച്ചുകളി മുക്കുത്ത് നായയും പുലിയും കളി, പന്തു തട്ടൽ കുളം ചാടൽ വട്ടുമാട്ടക്കളങ്ങളും, തുലാസും ഭാരവും കമ്പിത്തായം മുതലയായി കളി, ഉപ്പുവെച്ചിടലും വേഷം കെട്ടലും പുരകെട്ടലും. അതിഹ്രസ്വങ്ങളിന്നത്തെ ദിവാനിശകളാകവേ, ഉറങ്ങും മുമ്പുണരണം കളി തീരാതെ നിർത്തണം. എന്തൊരുത്സവമക്കാലത്തുള്ള നിർഭര ഭംഗിയിൽ ഇനിമേലുദിക്കില്ല കതിരോന്നാരൊരിക്കലും. അന്നത്തെ മഴവിൽ തീരുദയാസ്തമയങ്ങളിൽ ചന്ദ്രവളത്തിലെ കൊച്ചുമുയലും സൗഭകം. ഇന്നുള്ളവയ്ക്കില്ല തെല്ലും അന്നത്തെ പാരിജാതവും മുല്ലയും പനിനീരും കൈനാറിയും തന്ന ഗന്ധവും. രാഹുകേതുക്കളാം രണ്ടു പടം പൊക്കിയ പാമ്പുകൾ, സൂര്യചന്ദ്രഗ്രഹാണ്ടങ്ങൾ അടതിന്നു കനപ്പിച്ച കുംഭയോടെ ഗണാധിപൻ വരും വഴി പദം തെറ്റിപ്പോകേ കഴായയിൽ. കണ്ടുനിന്ന ദശാനാഥൻ കൈയടിച്ചു ചിരിച്ചതും ഈ ദിനം നീ ദിശകളിൽ ശാപം വരിച്ചതും. അച്ഛൻ ചൊല്ലിത്തരും നേരം എനിക്കുള്ള മഹാരസമം, ഇനിയും കൈവരാനില്ല വഴിയെന്നറിയുന്നു ഞാൻ. സപ്തർഷികൾ
മാവലയാലോടും പാവുമിട്ടതു ദൂരവും മാരിവില്ലിൻ പൊടികളാൽ പണ്ടവും തീർത്ത ജീവിതം. നവരത്നങ്ങളാൽ നാനാവർണ്ണ പൂനിരയാലുമേ പൂവിൻ പരുപരുപ്പിൽ താൻ സ്വർലോകം തീർത്ത ജീവിതം. അവയും മുറുകിച്ചേരും നഗരോപരി മറ്റവേ അറിയുന്നുണ്ട് ദുഃഖത്തിൽ കടും കുളി ഒഴുക്കിയ കാവ്യഭംഗിയാൽ മലയാള ചലച്ചിത്ര ഗാനശാഖയെ സമ്പുഷ്ടമാക്കിയ പ്രിയ കവി വയലാർ രാമവർമ്മ സാറിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു കോടി പ്രണാമം. കവിയായി, ഗാനരചയിതാവായി, സംവിധായകനായി, നിർമ്മാതാവായി, നടനായി കലാകേരളത്തിന് അഭിമാനത്തോടെ പറയാവുന്ന പേര് പി ഭാസ്കരൻ മാഷ്. അദ്ദേഹത്തിന് എന്റെ പ്രണാമം അർപ്പിക്കുന്നു. മലയാളത്തിന്റെ പര്യായമായ കവി, കവിതയിൽ സംഗീതവും സംഗീതത്തിൽ കവിതയും ലയിപ്പിച്ച മാന്ത്രികൻ, വിപ്ലവാദർശങ്ങളിലെ അണയാത്ത കനലുകൾ അക്ഷരങ്ങളിലൂടെ ഊതി തെളിയിച്ച നായകൻ ONV സാറിന് എൻ്റെ പ്രണാമം അർപ്പിക്കുന്നു. കുട്ടനാടിന്റെ ഇതിഹാസകാരൻ എന്ന വിശേഷണമുള്ള കഥാകാരനും കേരള മോപ്പസാംഗിക് എന്ന് വിശേഷിപ്പിക്കാറുള്ള തകഴി ശിവശങ്കരപ്പിള്ളയ്ക്ക് എൻ്റെ പ്രണാമം അർപ്പിക്കുന്നു. സമൂഹത്തിലെ ഏറ്റവും താണ തരത്തിലുള്ള മനുഷ്യരെ കഥാപാത്രങ്ങളാക്കുകയും ഏറ്റവും നിസ്സാരമെന്ന് തോന്നുന്ന സംഭവങ്ങൾ പോലും കഥയെ വിഷയമാക്കുകയും ചെയ്ത നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത്, നാടകകൃത്ത്, തൊഴിലാളി പ്രസ്ഥാന പ്രവർത്തകൻ പി കേശവദേവിന് ഒരു കോടി പ്രണാമം. ബേപ്പൂർ സുൽത്താൻ ജനകീയനായ എഴുത്തുകാരൻ. സാമാന്യം മലയാള ഭാഷ അറിയാവുന്ന ആർക്കും ഈ സാഹിത്യം വളർന്നു ഒരു സാഹിത്യശാഖയായി മാറി. ഏറെ വിശേഷണങ്ങൾ ആവശ്യമില്ലാത്ത വൈക്കം മുഹമ്മദ് ബഷീർ. മലയാള സാഹിത്യത്തിന്റെ നെടുന്തൂണായ അദ്ദേഹത്തിന് കോടി പ്രണാമം. സാറേ, നമ്മളിനി നമ്മുടെ ക്ലൈമാക്സിലേക്ക് പോവാട്ടോ. തൻ്റെ ആ പഴയ പാലുകാച്ചൽ താലികെട്ട്, താലികെട്ട് പാലുകാച്ചൽ ആ പരിപാടിയാണെങ്കിൽ ഇവിടെ നടക്കില്ല കേട്ടോ. അയ്യയ്യേ, ഇത് അടിപൊളി ക്ലൈമാക്സ്. ഇതാണ് ഓൺലൈൻ കൊടുത്തു. അയ്യേ, ഇത് അതൊന്നും വെച്ചാ സേവ് ദ ഡേറ്റാ. ഓ, ന്യൂസല്ലേ? അന്നത്തെ സംസ്കാരങ്ങളും ഇന്നത്തെ രീതികളും ഇനി എന്തൊക്കെ കാണണം എന്റെ ഭഗവാനെ. സാംസ്കാരികതയും പ്രകൃതി സൗന്ദര്യവും കാർഷിക സമ്പന്നതയും കൊണ്ട് അനുഗ്രഹീതമാണ് നമ്മുടെ നാട്. പത്മനാഭന്റെയും പ്രതിമകളുടെയും നഗരമായ തിരുവനന്തപുരം. തെക്കൻ വഞ്ചി എന്നും ദൈവത്തിന്റെ സ്വന്തം തലസ്ഥാനമെന്നറിയപ്പെടുന്ന കൊല്ലം. കിഴക്കിന്റെ വെനീസും ഓട്ടംതുള്ളലിന്റെ ജന്മനാടുമായ ആലപ്പുഴ. ശബരിമല ക്ഷേത്രവും തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രായമുറഞ്ഞതുമായ ജില്ല പത്തനംതിട്ട. അക്ഷര നഗരമെന്ന് അറിയപ്പെടുന്നതും വിശുദ്ധ അൽഫോൺസാമയുടെ ഭൗതിക അവശിഷ്ടം
സൂക്ഷിച്ചിരിക്കുന്ന പള്ളിയുള്ള ജില്ല കോട്ടയം. കേരളത്തിന്റെ സ്വയംഭരണ പങ്കാളിയും കേരളത്തിന്റെ കാശ്മീർ എന്ന് അറിയപ്പെടുന്നതുമായ ഇടുക്കി. കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനമായ കൊച്ചിയും രാജ്യാന്തര പദവി ലഭിച്ച കേരളത്തിലെ ആദ്യ തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ കുരിശുമുടിയും സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം ജില്ല. കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനവും കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ അതിരപ്പള്ളിയും സ്ഥിതി ചെയ്യുന്ന തൃശൂർ. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയും സൈലന്റ് വാലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നതുമായ പാലക്കാട്. സാമൂതിരികളുടെ സൈനിക തലസ്ഥാനമെന്നും ഇന്ത്യയിലെ ആദ്യത്തെ ഗവൺമെന്റ് ആയുർവേദ മാനസികാരോഗ്യ ആശുപത്രിയായ കോട്ടയ്ക്കൽ സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം. കുറെ കീഴ്നാടെന്നറിയപ്പെടുന്ന കൃഷ്ണഗിരി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന കരിങ്കണ്ണൻ കാണിച്ചു തന്ന കറുത്തു കുഞ്ഞിന്റെ നാട് വയനാട്. പ്രശസ്തമായ മിഠായി തെരുവ് സ്ഥിതി ചെയ്യുന്നതും സത്യത്തിന്റെ തുറമുഖം എന്ന വിളിപ്പേരുള്ളതുമായ കോഴിക്കോട്. തെയ്യങ്ങളുടെ നാടും കേരളത്തിൽ ഏറ്റവും അധികം കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്നതുമായ കണ്ണൂർ. സപ്തഭാഷാ സംഘഭൂമി എന്നും ദൈവങ്ങളുടെ സ്വന്തം നാട് എന്നും അറിയപ്പെടുന്ന കാസർഗോഡ്. ഞാനൊരു മലയാളി എന്നും മണ്ണിൻ കൂട്ടാളി, എന്നും മതിലുകളില്ല സ്നേഹത്തേരാളി. മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ, പൊന്നിൻ വിളകൾ കൊയ്തെടുത്തൊരു സ്വർഗം തീർക്കും ഞാൻ, ഇവിടൊരു സ്വർഗം തീർക്കും ഞാൻ. എങ്ങനെയുണ്ട് അംബുജാഷ, നിന്റെ കഥ? അയ്യോ, കൊള്ളില്ലെന്ന് മാത്രം പറയല്ലേ സാറേ. ഏയ്, അത്രയ്ക്ക് മോശമൊന്നുമല്ല. എന്നാലും നീ ഒന്നുകൂടി ശ്രമിക്കേ. സാറേ, ഒന്നുകൂടി ശ്രമിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്. ഇവിടെ ഈ സമയത്ത് അംബുജാക്ഷന്റെ മനസ്സിൽ ഈ ഡയലോഗ് ഓർമ്മ വന്നു. ചിലരുടെ റെഡിയാവും, ചിലരുടെ റെഡിയാവില്ല. എൻ്റെ റെഡി ആയില്ല. അങ്ങനെ ആയാലും നമുക്കൊരു കുഴപ്പമില്ല. ഷൂട്ടിംഗ് മുടങ്ങാം. അപ്പൊ ചെറിയൊരു പ്രശ്നം. എന്ത്? തിരക്കഥയില്ല. തിരക്കഥ ഞാൻ എഴുതാം. തിരക്കഥ വേണോ? തിരക്കഥ വേണോ? തിരക്കഥ